നമസ്കാരം, ഞാൻ റെജിമോൻ ഡേവിഡ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബ് ചാനൽ ഹിന്ദി മാസ്റ്റർ ഇൻ മലയാളം. 2021 മാർച്ചിലെ പരീക്ഷയ്ക്കായി SLC വിദ്യാർത്ഥികൾ ഒരുങ്ങുകയാണല്ലോ. അതിൻ്റെ മുന്നോടിയായി വിദ്യാഭ്യാസ വകുപ്പ് ഫോക്കസ് ഏരിയ 2021 എന്ന പേരിൽ പാഠഭാഗങ്ങളെ ചുരുക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഹിന്ദിയിലാകെ 11 പാഠങ്ങളാണ് ഉള്ളതെങ്കിലും ആദ്യത്തെ 5 പാഠങ്ങളാണ് ഫോക്കസ് ഏരിയ 2021 എന്ന ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കാകെ പാഠപുസ്തകത്തിൽ 11 പാഠങ്ങളാണുള്ളത്. ബീർ ബഹുഠി, ഹതാശ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ, ടൂട്ടാ पहिया, आयाम कलाम के बहाने, सबसे बड़ा शोमैन, अकाल और उसके बाद, ठाकुर का कुआं, बसंत मेरे गाँव का, दिशाहीन दिशा, बच्चे काम पर जा रहे हैं, गुठली तो पराई है. ഇവയിൽ സബ്സെ ബഡാ ഷോമാൻ എന്ന പാഠം വരെയുള്ള ആദ്യത്തെ 5 പാഠങ്ങൾ ഫോക്കസ് ഏരിയ 2021 ഉൾപ്പെടുത്തിയിരിക്കുന്നു. നമുക്ക് ഈ 5 പാഠങ്ങളുമായി ബന്ധപ്പെട്ട് ആകെ 16 കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. പാഠ്, പ്രോക്തി, രചയിത നമ്മൾ ഇപ്പോൾ കണ്ടു കഴിഞ്ഞു. രണ്ടാമതായി സാരാംശ്, പ്രശ്നോത്തർ, ഡയറി, പത്ര, വാർത്താലാപ്, പട്കഥ, പോസ്റ്റർ, ചരിത്രഗത് विशेषताएं, लेख, समाचार या रपट, वाक्य पिरामिड, सही मिलान करें, ആസ്വാദൻ, ടിപ്പണി, കവിത കാ ആശയ്, വ്യാകരൺ എന്നിവയാണ് ഈ 5 പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുന്നത്. ഇന്ന് നമ്മൾ പാർട്ട് 1 ആദ്യത്തെ വീഡിയോയിൽ പാഠ്, പ്രോക്തി, രചയിത, അതുപോലെ തന്നെ 5 പാഠങ്ങളുടെ സാരാംശം, അതുപോലെ ഈ 5 പാഠങ്ങളിൽ നിന്ന് വരാവുന്നതായ ലഘുത്തർ പ്രശ്ന, അതിലഘുത്തർ പ്രശ്ന, ഷോർട്ട് ആൻസർ, വെരി ഷോർട്ട് ആൻസർ, ഇവയാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമതായി സാരാംശ്. ബീർ ബഹുഠി, ഹിന്ദി കെ മഹാൻ സാഹിത്യകാർ പ്രഭാത് കി കഹാനി. ഹിന്ദിയിലെ മഹാനായ സാഹിത്യകാരൻ പ്രഭാതിൻ്റെ കഥയാണ്. 5वीं कक्षा के 2 छात्र साहिल और बेला के बीच होने वाली सच्ची मित्रता की कहानी. 5ാം ക്ലാസ്സിലെ 2 വിദ്യാർത്ഥികളായ സാഹിലിൻ്റെയും ബേലയുടെയും അവർ തമ്മിലുള്ളതായ യഥാർത്ഥ സൗഹൃദത്തിൻ്റെ കഥ. दोनों एक साथ पढ़ते हैं, एक साथ खेलते हैं और एक साथ बीर बहुठी को खोजते हैं. അവർ ഒരുമിച്ച് പഠിക്കുന്നു, ഒരുമിച്ച് കളിക്കുന്നു, ഒരുമിച്ച് ബീർ ബഹുഠികളെ അന്വേഷിക്കുന്നു. गणित के अध्यापक सुरेंद्र जी बेला से बुरा व्यवहार करते समय दोनों दुखी होते हैं. ഗണിതാധ്യാപകനായ സുരേന്ദർജി ബേലയോട് മോശമായി പെരുമാറുന്ന സമയത്ത് രണ്ടുപേരും വളരെയധികം ദുഃഖിക്കുന്നു. लगभग समकालीन समय में बेला के सिर पर और साहिल की पिंडली पर चोट लगती है. ഏതാണ്ട് ഒരേ സമയത്ത് തന്നെ ബേലയുടെ തലയിലും അതുപോലെ തന്നെ സാഹിലിൻ്റെ ഉപ്പൂറ്റിയിലും മുറിവ് ഏൽക്കുന്നു. छठी कक्षा में आने पर दोनों अलग अलग स्कूल जाने की तैयारी में है. 6ാം ക്ലാസ്സിലേക്ക് എത്തുന്നതായ ആ സമയം രണ്ടുപേരും വെവ്വേറെ സ്കൂളുകളിലേക്ക് പോകാനായി തയ്യാറെടുക്കുന്നു. दोनों बड़ी दुखी होती है. രണ്ടുപേരും വളരെയധികം ദുഃഖിക്കുന്നു. രണ്ടാമത്തെ പാഠം ഹതാശ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ. നിരാശയോടുകൂടി ഒരു വ്യക്തി ഇരിക്കുന്നുണ്ടായിരുന്നു. हिंदी के महान कवि विनोद कुमार शुक्ल की कविता पर महान कवि नरेश सक्सेना की आस्वादन टिप्पणी. ഹിന്ദിയിലെ മഹാനായ കവി വിനോദ് കുമാർ ശുക്ലിൻ്റെ കവിതയെ അടിസ്ഥാനമാക്കി മഹാനായ കവി നരേഷ് സക്സേന എഴുതിയിട്ടുള്ള ആസ്വാദൻ टिप्पणी. कविता मनुष्य को मनुष्य की तरह जानने की प्रेरणा देती है. ഈ ഹതാശ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന കവിത മനുഷ്യനെ പോലെ തിരിച്ചറിയണം എന്നുള്ളതായ പ്രേരണ നൽകുന്നു. किसी व्यक्ति के नाम, पता, उम्र, जाति, ओहदे आदि जानने की आवश्यकता नहीं, उसकी निराशा, असहायता या संकट को जानना है. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരോ അഡ്രസ്സോ ജാതിയോ
ഔദ്യോഗിക പദവിയോ ഒന്നും തന്നെ അറിയേണ്ട ആവശ്യമില്ല. പകരം അയാളുടെ നിരാശ, മറ്റാരാലും സഹായമില്ലാത്ത അവസ്ഥ, ആപത്തിൽ പെട്ടിരിക്കുന്ന അവസ്ഥ, ഇതൊക്കെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഉസ്കി ഇസ് അവസ്ഥ पर സഹായത करने സച്ചേ മനുഷ്യ കാ കർത്തവ്യം. ഈ അവസ്ഥയിൽ സഹായിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ മനുഷ്യൻ്റെ കടമ. മനുഷ്യ के बीच മനുഷ്യता से व्यवहार करना जानना का सच्चा अर्थ है. മനുഷ്യരുടെ ഇടയിൽ മനുഷ്യത്വത്തോടെ പെരുമാറുക എന്നുള്ളതാണ് ജാന്ന എന്നുള്ളതിൻ്റെ യഥാർത്ഥ അർത്ഥം. മനുഷ്യ के बीच मनुष्यता का एहसास या मानवीय संवेदന होनी चाहिए. മനുഷ്യരുടെ ഇടയിൽ മനുഷ്യത്വത്തിൻ്റെതായ ഫീലിംഗ് അഥവാ മാനവീയ സംവേദനം ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ പാഠം ടൂട്ട പഹിയ എന്ന കവിത. ഹിന്ദിയിലെ മഹാൻ കവി ധർമ്മവീർ ഭാരതി की കവിത. ഹിന്ദിയിലെ മഹാനായ കവി ധർമ്മവീർ ഭാരതിൻ്റെ കവിത. ഹിന്ദിയിലെ മഹാനായ കവി ധർമ്മവീർ ഭാരതിയുടെ കവിത. ടൂട്ടെ പഹിയാക്കോ അനുപയോഗി സമജ്കർ മത് ഫേങ്ന. പൊട്ടിയ ചക്രത്തെ ഉപയോഗമില്ലാത്തത് എന്ന് കരുതി വലിച്ചെറിയരുത്. അപ്നെ മാർഗക്കോ അസത്യ ജാൻതേ ഹുയേ ഭി ബഡെ ബഡെ മഹാരഥിയോനെ അഭിമന്യു पर ആക്രമൺ കിയ. തൻ്റെ മാർഗം സത്യമല്ല എന്ന് അറിഞ്ഞിട്ടുകൂടി മഹാന്മാരായ യുദ്ധവീരന്മാരായ ആളുകൾ അഭിമന്യുവിനെ ആക്രമിക്കുന്നു. इस समय अभिमन्यु टूटे पहियों को हथियार बनाकर उनके ब्रह्मास्त्रों से लोहा लेता है. ഈ സമയം അഭിമന്യു പൊട്ടിയ ചക്രത്തെ ആയുധമാക്കി അവരിൽ നിന്ന് വരുന്നതായ ബ്രഹ്മാസ്ത്രങ്ങളെ എതിരിടുന്നു. इस प्रकार आज के उपेक्षित और शोषित मानव की रक्षा के लिए टूटे पहिए रूपी मानव मूल्य की सहायता लेनी पड़ेगी. ഇത്തരത്തിൽ ഇന്നത്തെ ഉപേക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ ചൂഷണം ചെയ്യപ്പെടുന്നതായ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി പൊട്ടിയ ചക്രമെന്ന മാനുഷിക മൂല്യങ്ങളുടെ സഹായം തേടേണ്ടതായി വന്നേക്കാം. നാലാമത്തെ പാഠം അയാം കലാം കെ ബഹാനെ എന്ന ഫിൽമി ലേഖാണ്. ഹിന്ദിയിലെ മഹാൻ രചയിത മിഹിർ പാണ്ഡെ കാ ഫിൽമി ലേഖ്. ഹിന്ദിയിലെ മഹാനായ രചയിതാവ് മിഹിർ പാണ്ഡെൻ്റെ ഫിൽമി ലേഖനം. अयम कलाम नामक फिल्म देखने पर लेखक के मन में अपने बचपन की याद आती है. അയാം കലാം എന്ന സിനിമ കണ്ടപ്പോൾ ലേഖകന് തൻ്റെ മനസ്സിൽ തൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ചുള്ള ഓർമ്മ വരുന്നു. മോർപാൽ മിഹിർ കെ ബച്പൻ കാ മിത്ര ഥാ. മോർപാൽ മിഹിറിൻ്റെ ബാല്യകാല സുഹൃത്തായിരുന്നു. ദോനോ കാ സ്വഭാവ് ഭിന്ന ഹെ. രണ്ടുപേരുടെയും സ്വഭാവം വ്യത്യസ്തമാണ്. മിഹിർ കോ സ്കൂൾ ജാന ഓർ യൂണിഫോം പെഹന്ന പസന്ദ് ഥാ. മിഹിറിന് സ്കൂളിൽ പോകുന്നതിനും അതുപോലെ യൂണിഫോം ധരിക്കുന്നതിനും ഇഷ്ടമല്ലായിരുന്നു. ലേക്കിൻ മോർപാൽ സ്കൂൾ ജാത്തെ സമയ और छुट्टियों के समय भी യൂണിഫോം पहनना पसंद करता था. എന്നാൽ മോർപാൽ സ്കൂളിൽ പോകുന്ന സമയത്തും അവധി ദിവസങ്ങളിൽ പോലും യൂണിഫോം ധരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു. വഹ अपने मोहल्ले के किसी शादी में भी യൂണിഫോം पहनकर जाता था. അവൻ്റെ തെരുവിലെ ആരുടെയെങ്കിലും വിവാഹത്തിന് പോലും യൂണിഫോം ധരിച്ച് പോകാറുണ്ടായിരുന്നു. അയാം കലാം ഫിലിം കെ ദോ പാത്ര ഛോട്ടു ഉർഫ് കലാം और രൺ വിജയ് കെ സ്വഭാവ് ഭി ഭിന്ന ഹെ. അയാം കലാം എന്ന സിനിമയിലെ രണ്ട് കഥാപാത്രങ്ങളായ കലാം എന്ന പേരിൽ അറിയപ്പെടുന്ന ഛോട്ടുവിൻ്റെയും രൺ വിജയൻ്റെയും സ്വഭാവം വ്യത്യസ്തമാണ്. ഛോട്ടു ഗരീബ് പരിവാർ കാ ഹെ. ഛോട്ടു ദരിദ്ര കുടുംബത്തിലേതാണ്. രൺ വിജയ് ഠാണി കെ റാണ കാ ബേട്ട ഹെ. രൺ വിജയ് ഠാണി എന്ന പ്രദേശത്തെ രജപുത്ര രാജാവിൻ്റെ മകനാണ്, രാജകുമാരനാണ്. ഛോട്ടു രാഷ്ട്രപതി കലാം കെ ജയ്സെ ബന്ന ചാഹത്തെ. ഈ കഥയിൽ, ഈ സിനിമയിൽ പറഞ്ഞിരിക്കുന്നതായ ഛോട്ടു രാഷ്ട്രപതി കലാമിനെ പോലെ ആകാൻ ആഗ്രഹിക്കുന്നു. രൺ വിജയ് സ്കൂൾ ജാന പസന്ദ് നഹി കർത്താ ഹെ. രൺ വിജയ് സ്കൂളിൽ പോകാൻ ഇഷ്ടപ്പെടുന്നില്ല. ഛോട്ടു രൺ വിജയ്ക്ക് ദോസ്തി പർ ജോർ ദേത്താ ഹെ. ഛോട്ടു രൺ വിജയൻ്റെ സൗഹൃദത്തിന് കൂടുതൽ ഊന്നൽ നൽകുന്നു. ഇസ്ലിയെ ചോരി കെ ഝൂട്ടെ ആരോപ് കോ സഹൻ കർത്താ ഹെ. അതുകൊണ്ട് മോഷണ കുറ്റം ആരോപിച്ചപ്പോൾ പോലും അത് സഹിക്കുന്നു. ഫിലിം കെ അന്ത് മേ ഛോട്ടു അപ്നെ ലക്ഷ്യ പർ പहुंचता है.
ഫിലിമിൻ്റെ അവസാനം ഛോട്ടു തൻ്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നു. അഞ്ചാമത്തെ പാഠം സബ്സെ ബഡാ ഷോമാൻ, ഏറ്റവും വലിയ ഷോമാൻ. हिंदी के महान साहित्यकार गीत चतुर्वेदी से लिखी गई चार्ली ചാപ്ലിൻ की जीवनी का अंश. ഹിന്ദിയിലെ മഹാനായ സാഹിത്യകാർ ഗീത് ചതുർവേദി എഴുതിയിരിക്കുന്നതായ ചാർലി ചാപ്ലിൻ്റെ ബയോഗ്രഫിയുടെ അല്ലെങ്കിൽ ജീവചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ് തന്നിരിക്കുന്നത്. एक दिन थिएटर में गाना गाते समय चार्ली ചാപ്ലിൻ की माँ हन्ना की आवाज़ खराब होगी. ഒരു ദിവസം തിയേറ്ററിൽ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന സമയം ചാർലി ചാപ്ലിൻ്റെ അമ്മ ഹന്നയുടെ ശബ്ദം ഇടറുന്നു. യെ സുൻകർ ലോക് ചില്ലാനെ ലഗി. ഇത് കേട്ടിട്ട് ആളുകളെല്ലാം ബഹളം വയ്ക്കാൻ തുടങ്ങി. ഹന്ന കെ മാനേജർ കെ നിർദ്ദേശാനുസാർ ചാർലി കോ സ്റ്റേജ് പർ ഭേജ. ഹന്നയുടെ മാനേജറുടെ നിർദ്ദേശാനുസരണം ചാർലിയെ സ്റ്റേജിലേക്ക് അയച്ചു. ചാർലിനെ വഹാ ഖഡേ ഹോക്കർ മഷഹൂർ ഗായക് ജാക്ക് ജോൺസ് കാ ഗാന ഗായ. ചാർലി അവിടെ നിന്ന് വളരെ ഫേമസ് ആയ ഗായകൻ ജാക്ക് ജോൺസിൻ്റെ പാട്ടുപാടി. ദർശകോ സെ ബാത്തേം കീം, ഓഡിയൻസിനോട് സംസാരിച്ചു. നൃത്യകിയ, നൃത്തം ചെയ്തു. और अपनी माँ सहित अनेक गायकों की नकल उतारी. തൻ്റെ അമ്മ ഉൾപ്പെടെയുള്ള അനേകം ഗായകരെ അനുകരിച്ചു. ലോകോനെ ഉസ്കോ പൈസെ ദേക്കർ ഖുഷി സെ താലിയാം ബജായി. ആളുകൾ അവന് പണം നൽകി സന്തോഷത്തോടുകൂടി ക്ലാപ്പ് ചെയ്തു, കൈകൊട്ടി. കൈ ലോഗോ സെ ഹാത്ത് മിലാക്കർ ചാർലിക്ക് താരീഫ് കി. അനേകം ആളുകൾ ഷേക്ക് ഹാൻഡ് നൽകി ചാർലിയെ പുകഴ്ത്തി പറഞ്ഞു. യഹ് സ്റ്റേജ് പർ ചാർലി കാ പെഹ്ലാ ദിൻ ഥാ और माँ का अंतिम दिन. ഇത് സ്റ്റേജിലെ ചാർലിയുടെ ആദ്യ ദിവസമായിരുന്നു, എന്നാൽ അമ്മയുടെ അവസാന ദിവസവും. യഹാ സബ്സെ ബഡേ ഷോമാൻ കാ ഉദയ ഹുവ. ഇവിടെ ഏറ്റവും വലിയ ഷോമാൻ്റെ ഉദയം ഉണ്ടായി. ഇതാണ് പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട സാരാംശം. ഈ വീഡിയോയിൽ നമ്മൾ കാണുന്ന അടുത്ത കാര്യം വെരി ഷോർട്ട് ആൻസർ, അതുപോലെ തന്നെ ഷോർട്ട് ആൻസർ 100 ചോദ്യ ഉത്തരങ്ങളാണ് നമ്മൾ ഇതിൽ പരിചയപ്പെടുന്നത്. ഒന്ന്, ബീർ ബഹുട്ടി കൈസി രചന ഹെ അഥവാ ബീർ ബഹുട്ടി കിസ് വിധ കി രചന ഹെ. ബീർ ബഹുട്ടി ഏത് തരത്തിലുള്ള രചനയാണ്, അല്ലെങ്കിൽ ബീർ ബഹുട്ടി രണ്ടും എങ്ങനെയുള്ള രചനയാണ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള രചനയാണ്, ഒരേ അർത്ഥത്തിൽ തന്നെയാണ് ഇത് പറയുന്നത്. ഉത്തരം കഹാനി. ചോദ്യം 2, ബീർ ബഹുട്ടി കിസ്കി രചന ഹെ യാ ബീർ ബഹുട്ടി കി രചയിത കോൻ ഹെ. ബീർ ബഹുട്ടിയുടെ രചയിതാവ് ആരാണ്? ഉത്തരം പ്രഭാത് കി. പ്രഭാതിൻ്റെയാണ് ബീർ ബഹുട്ടി എന്ന രചന. ചോദ്യം 3, ബീർ ബഹുട്ടി കഹാനിക്ക് മുഖ്യ പാത്ര കോൻ കോൻ ഹെ. ബീർ ബഹുട്ടി എന്ന കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരെല്ലാമാണ്? ഉത്തരം സാഹിൽ और ബേല. സാഹിലും ബേലയും. 4ാമത്തെ ചോദ്യം, സാഹിൽ और ബേല കിസ് കക്ഷാ में പഠിത്തേ हैं. സാഹിലും ബേലയും ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? ഉത്തരം 5वीं कक्षा में, 5ാം ക്ലാസ്സിൽ. 5ാമത്തെ ചോദ്യം, സാഹിൽ और ബേല സ്കൂൾ के रास्ते के खेतों में क्या खोजते थे. സാഹിലും ബേലയും സ്കൂളിലേക്കുള്ള വഴിയിലെ കൃഷിയിടത്തിൽ എന്താണ് അന്വേഷിച്ചിരുന്നത്? ഉത്തരം ബീർ ബഹുട്ടിയോങ്കോ. ബീർ ബഹുട്ടികളെയാണ് അന്വേഷിച്ചിരുന്നത്. 6ാമത്തെ ചോദ്യം, ബീർ ബഹുട്ടിയോങ്ക രംഗ് ക്യാ ഹെ. ബീർ ബഹുട്ടിയുടെ നിറം എന്താണ്? ലാൽ രംഗ്, ചുവപ്പ് നിറം. 7ാമത്തെ ചോദ്യം, ബീർ ബഹുട്ടിയോങ്കെ രംഗ് കെ ബാരെ മേ സാഹിൽ ബേല സെ ക്യാ കഹതാ ഹെ. ബീർ ബഹുട്ടിയുടെ നിറത്തെ സംബന്ധിച്ച് സാഹിൽ ബേലയോട് എന്താണ് പറയുന്നത്? ഉത്തരം സാഹിൽ ബേല സെ കഹതാ ഹെ कि ബീർ ബഹുട്ടിयों का रंग बेला के रिबन के जैसा लाल है. സാഹിൽ ബേലയോട് പറയുന്നു ബീർ ബഹുട്ടിയുടെ നിറം ബേലയുടെ റിബൺ പോലെ ചുവപ്പാണ്. 8ാമത്തെ ചോദ്യം, സാഹിൽ और ബേല ക്യോ ദുക്കാൻ ഗേ. സാഹിലും ബേലയും എന്തിനാണ് കടയിലേക്ക് പോയത്? ഉത്തരം സാഹിൽ की कलम में स्याही भरवाने के लिए. സാഹിലിൻ്റെ പേനയിൽ മഷി നിറപ്പിക്കുന്നതിന് വേണ്ടിയാണ് പോയത്. 9ാമത്തെ ചോദ്യം, സാഹിലിനെ ദുക്കാൻ में पहुंचने के पहले पेन में बची हुई स्याही को क्या किया. സാഹിൽ കടയിലേക്ക് പോകുന്നതിന്, കടയിലെത്തുന്നതിന് മുമ്പായി പേനയിൽ ശേഷിച്ചിരുന്നതായ മഷി എന്ത് ചെയ്തു?
उत्तरम साहिल ने पेन में बची हुई स्याही को जमीन पर छिड़क दिया. സാഹിൽ പേനയിൽ ശേഷിച്ചിരുന്നായ മഷി തറയിൽ കുടഞ്ഞു കളഞ്ഞു. 10ാമത്തെ ചോദ്യം साहिल ने बेची हुई स्याही जमीन पर छिड़क दिया. इसके बारे में दुकानदार ने क्या कहा? സാഹിൽ പേനയിൽ ശേഷിച്ചിരുന്നായ മഷി തറയിൽ കുടഞ്ഞു കളഞ്ഞു. ഇതിനെ സംബന്ധിച്ച് കടക്കാരൻ എന്താണ് പറഞ്ഞത്? ഉത്തരം दुकानदार ने कहा कि बादल को देखकर घड़े को नहीं ठुलाना चाहिए. കടക്കാരൻ പറഞ്ഞത് ഇതാണ്, മേഘത്തെ കണ്ടിട്ട് കുടത്തെ ഉടച്ച് കളയരുത്. 11ാമത്തെ ചോദ്യം ഗണിത് കെ അധ്യാപക് സുരേന്ദ്രജി കാ സ്വഭാവ് കൈസാ था. ഗണിതാധ്യാപകനായ സുരേന്ദ്രജിയുടെ സ്വഭാവം എങ്ങനെയുള്ളതായിരുന്നു? ഉത്തരം സുരേന്ദ്രജി ഗണിത് കെ പീരിയഡ് में सारे बच्चों की कॉपी जांचते थे. ഗണിതാധ്യാപകനായ സുരേന്ദ്രജി മാത്സ് പീരിയഡിൽ കുട്ടികളുടെ കോപ്പി പരിശോധിച്ചിരുന്നു. जरासी गलती पर बच्चों को इधर उधर फेंक देते थे और या झापट मारते थे. ചെറിയ ഒരു തെറ്റിന് പോലും കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വലിച്ചിഴയ്ക്കുകയോ അല്ലെങ്കിൽ അടിക്കുകയോ ചെയ്തിരുന്നു. 12ാമത്തെ ചോദ്യം ബേല കെ സിർ പർ സഫേദ് പട്ടി ക്യോം ബാന്ധി थी. ബേലയുടെ തലയിൽ വെളുത്ത ബാൻഡേഡ് കെട്ടിയിരുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം ക്യോങ്കി ബേല ഛത് സെ ഗിർ ഗയി. എന്തെന്നാൽ ബേല ടെറസിൽ നിന്ന് വീണു. തബ് സിർ പർ ചോട്ട് ലഗി. അപ്പോൾ തലയിൽ മുറിവുണ്ടായി. 13ാമത്തെ ചോദ്യം സാഹിൽ കി പിണ്ടലി മേ സഫേദ് പട്ടി ക്യോം ബാന്ധി थी. സാഹിലിൻ്റെ ഉപ്പൂറ്റിയിൽ വെളുത്ത ബാൻഡേഡ് കെട്ടിയിരുന്നത് എന്തിനായിരുന്നു? उत्तरम साहिल छुट्टी के दिन घर में स्टूल पर चढ़कर नीम के पेड़ की डाली पकड़कर झूम रहा था. സാഹിൽ അവധി ദിവസം സ്റ്റൂളിൽ കയറി നിന്ന് വേപ്പ് മരത്തിൻ്റെ കൊമ്പിൽ പിടിച്ച് ആടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അച്ചാനക് ടൂട്ടെ സ്റ്റൂൾ की एक कील സാഹിൽ की पिंडली में चुभकर चोट लगी. പെട്ടെന്ന് പൊട്ടിയ സ്റ്റൂളിൻ്റെ ഒരു ആണി സാഹിലിൻ്റെ ഉപ്പൂറ്റിയിൽ തുളഞ്ഞ് കയറി മുറിവുണ്ടായി. 14ാമത്തെ ചോദ്യം സാഹിൽ और बेला ഗാന്ധി ചൗക്ക് में कौन सा खेल खेलते थे. സാഹിലും ബേലയും ഗാന്ധി ചൗക്കിൽ എന്ത് കളിയാണ് കളിച്ചിരുന്നത്? ഉത്തരം ലങ്കടി ഠാങ്, ഒറ്റക്കാലിൽ ചാട്ടം. 15ാമത്തെ ചോദ്യം സാഹിൽ और बेला को क्या क्या समानताएं थी. സാഹിലും ബേലയും തമ്മിൽ എന്തെല്ലാം സമാനതകളായിരുന്നു ഉണ്ടായിരുന്നത്? उत्तरम साहिल और बेला 5वीं कक्षा की एक ही सेक्शन में पढ़ते हैं. സാഹിലും ബേലയും 5ാം ക്ലാസ്സിലെ ഒരേ സെക്ഷനിൽ തന്നെയാണ് പഠിക്കുന്നത്. സാഹിൽ ജോ കാര്യ കർത്താ था वही बेला भी करती थी. സാഹിൽ എന്ത് കാര്യമാണോ ചെയ്തിരുന്നത് അത് തന്നെ ബേലയും ചെയ്തിരുന്നു. 16ാമത്തെ ചോദ്യം ബീർ ബൂട്ടി കഹാനി മേ സുൽത്താന ഡാക്കു കിസെ ബുലാത്തെ ഹെ. ബീർ ബൂട്ടി എന്ന കഥയിൽ സുൽത്താന ഡാക്കു എന്ന് വിളിച്ചിരുന്നത്, കൊള്ളക്കാരുടെ നേതാവ് എന്ന് വിളിച്ചിരുന്നത് ആരെയായിരുന്നു? ഉത്തരം ബേലാക്കോ, ബേലയായിരുന്നു. 17ാമത്തെ ചോദ്യം സാഹിൽ और बेला किस गांव में रहते हैं. സാഹിലും ബേലയും ഏത് ഗ്രാമത്തിലാണ് താമസിക്കുന്നത്? ഉത്തരം ഭുലേര ഗാവ് മേ, ഭുലേര എന്ന ഗ്രാമത്തിൽ. 18ാമത്തെ ചോദ്യം ഭുലേര കെ സ്കൂൾ की विशेषता क्या है. ഭുലേരയിലെ സ്കൂളിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ഉത്തരം ഭുലേര കെ സ്കൂൾ മേ 5वीं कक्षा तक ही है. ഭുലേരയിലെ സ്കൂളിൽ 5ാം ക്ലാസ് വരെ ഉള്ളൂ. 19ാമത്തെ ചോദ്യം बेला को छठी कक्षा में कहाँ भेजकर പഠാएंगे. ബേലയെ 6ാം ക്ലാസ്സിൽ എവിടെ അയച്ച് പഠിപ്പിക്കും? ഉത്തരം രാജകീയ കന്യാ പാഠശാല മേ, റോയൽ ഗേൾസ് സ്കൂൾ അഥവാ ഗവൺമെൻറ് ഗേൾസ് സ്കൂളിൽ. 20ാമത്തെ ചോദ്യം സാഹിൽ കോ കഹാം ഭേജനെ കി തയ്യാരി മേ ഹെ. സാഹിലിനെ എവിടെ അയക്കാനാണ് തയ്യാറായിരിക്കുന്നത്? ഉത്തരം അജ്മേർ ഭേജനെ കി, അജ്മേറിൽ അയക്കുന്നതിന് വേണ്ടി. 21ാമത്തെ ചോദ്യം സാഹിൽ അജ്മേർ മേ കഹാ രഹേഗ. സാഹിൽ അജ്മേറിൽ എവിടെ താമസിക്കും? ഉത്തരം ഹോസ്റ്റൽ യാ ഛാത്രാവാസ് മേ രഹേഗ. ഛാത്രാവാസ് എന്നുള്ളതിൻ്റെ, ഹോസ്റ്റൽ എന്നുള്ളതിൻ്റെ ഹിന്ദി വേർഡാണ് ഛാത്രാവാസ്. 22ാമത്തെ ചോദ്യം ബേല കെ ആംഖോं से आंसू क्यों आया. ബേലയുടെ കണ്ണുകളിൽ കണ്ണുനീര് വന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം സാഹിൽ और बेला पहली बार अलग अलग स्कूल में जाते हैं. സാഹിലും ബേലയും ആദ്യമായിട്ടാണ് വെവ്വേറെ സ്കൂളുകളിലേക്ക് പോകുന്നത്. യഹ് സോച്തേ സമയം ബേല കെ ആംഖോं से आंसू आया. ഇതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോഴാണ് ബേലയുടെ കണ്ണുനീർ
കണ്ണുകളിൽ കണ്ണുനീർ വന്നത്. 23ാമത്തെ ചോദ്യം, സ്കൂൾ കെ ആംഗൻ മേ അന്തിം ദിൻ സാഹിൽ ഓർ ബേല ആപ്പസ് മേ ക്യാ ദേഖ് രഹേ ഥേ? സ്കൂളിൻ്റെ മുറ്റത്ത് വെച്ച് അവസാന ദിവസം സാഹിലും ബേലയും പരസ്പരം എന്താണ് നോക്കിക്കൊണ്ടിരുന്നത്? ഉത്തരം, വേ ദോനോ ആപ്പസ് മേ ഏക് ദൂസരെ കെ റിപ്പോർട്ട് കാർഡ് ദേഖ് രഹേ ഥേ. അവർ പരസ്പരം അവരുടെ പ്രോഗ്രസ് കാർഡുകളാണ് നോക്കിക്കൊണ്ടിരുന്നത്. 24ാമത്തെ ചോദ്യം, ഹതാശ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ കേസി രചന ഹെ? ഹതാശ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്നത് ഏത് തരത്തിലുള്ള രചനയാണ്? ഉത്തരം, കവിത. 25ാമത്തെ ചോദ്യം, ഹതാശ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ നാമക് രചന കാ രചയിത കോൻ ഹെ? ഹതാശ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന പേരിലുള്ള കവിതയുടെ രചയിതാവാരാണ്? ഉത്തരം, വിനോദ് കുമാർ ശുക്ല. 26ാമത്തെ ചോദ്യം, കിസ്നെ ഹതാശ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ നാമക് കവിത കെ ലിയെ ടിപ്പണി ലിഖി? ആരാണ് ഹതാശ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന പേരിലുള്ള കവിതയ്ക്ക് ആസ്വാദന ടിപ്പണി തയ്യാറാക്കിയത്? ഉത്തരം, നരേഷ് സക്സേന. 27ാമത്തെ ചോദ്യം, ഹതാശ് വ്യക്തി കോ കിസ്കി ആവശ്യകത ജറൂരി ഹെ? ദുഃഖിതനായ വ്യക്തിക്ക് ആരുടെ ആവശ്യകതയാണ് അത്യാവശ്യമായിട്ടുള്ളത്? ധൻകി, ആശ്വാസൻ കി, ഓഹ്ദേ കി? പണത്തിൻ്റെ, ആശ്വസിപ്പിക്കലിൻ്റെ, ഔദ്യോഗിക പദവിയുടെ? ഉത്തരം, ആശ്വാസൻ കി, ആശ്വസിപ്പിക്കലിൻ്റെതാണ്. 28ാമത്തെ ചോദ്യം, ജാന്ന ശബ്ദ സേ കോൻ സി റൂഠി പ്രചലിത് ഹെ? ജാന്ന എന്ന ശബ്ദത്തിൽ ഏത് കാര്യമാണ് ആളുകളുടെ മനസ്സിൽ ഉറച്ചിരിക്കുന്ന കാര്യം? ജാന്ന എന്നതുകൊണ്ട് ആളുകൾ മനസ്സിൽ ഉറപ്പിച്ചിരിക്കുന്ന കാര്യം എന്താണ്? ഉത്തരം, ജാന്ന ശബ്ദ സേ ഹം കിസി കെ നാം, പത, ഉമ്ര, ഓഹ്ദേ യാ ജാതി സെ ജോഡ്തേ ഹെ? ജാന്ന എന്ന ശബ്ദം കൊണ്ട് ഒരാളുടെ പേര്, അഡ്രസ്, വയസ്സ്, ഔദ്യോഗിക പദവി അല്ലെങ്കിൽ ജാതി ഇവയുമായിട്ടാണ് ജാന്ന എന്നതിനെ ആളുകൾ കണക്ട് ചെയ്യുന്നത്. ജാന്ന ശബ്ദ സേ യഹി റൂഠി പ്രചലിത് ഹെ? ജാന്ന എന്ന വാക്കിൽ ഈ ഒരു കാര്യമാണ് ആളുകൾ ജാന്ന എന്നുകൊണ്ട് ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത്. 29ാമത്തെ ചോദ്യം, ടൂട്ടാ പഹിയ കേസി രചന ഹെ യാ ടൂട്ടാ പഹിയ കിസ് വിധാ കി രചന ഹെ? ടൂട്ടാ പഹിയ എന്നുള്ളത് ഏത് തരത്തിലുള്ള രചനയാണ്? ഉത്തരം, കവിത. 30ാമത്തെ ചോദ്യം, ടൂട്ടാ പഹിയ കിസ്കി രചന ഹെ? ടൂട്ടാ പഹിയ ആരുടെ രചനയാണ്? ഉത്തരം, ധർമ്മവീർ ഭാരതി കി, ധർമ്മവീർ ഭാരതിയുടെ. 31ാമത്തെ ചോദ്യം, അഭിമന്യു കിസ്കാ പുത്ര ഹെ? അഭിമന്യു ആരുടെ പുത്രനാണ്? ഉത്തരം, അഭിമന്യു അർജുൻ കാ പുത്ര ഹെ? അഭിമന്യു അർജുനൻ്റെ, പാണ്ഡവ വിഭാഗത്തിലെ അർജുനൻ്റെ പുത്രനാണ്. 32ാമത്തെ ചോദ്യം, കോൻ അഭിമന്യു കോ ബ്രഹ്മാസ്ത്രോ സെ കുശൽ ദേന ചാഹതാ ഹെ? ആരാണ് അഭിമന്യുവിനെ ബ്രഹ്മാസ്ത്രങ്ങളാൽ ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നത്? ഉത്തരം, കൗരവ പക്ഷിക്ക് ബഡേ ബഡേ മഹാരഥി അഭിമന്യു കോ ബ്രഹ്മാസ്ത്രോ സെ കുശൽ ദേന ചാഹത്തെ ഹെ? കൗരവപക്ഷത്തിലെ മഹാന്മാരായ യുദ്ധവീരന്മാരായ ആളുകളാണ് അഭിമന്യുവിനെ ബ്രഹ്മാസ്ത്രങ്ങൾ കൊണ്ട് ഇല്ലാതാക്കാൻ, നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. 33ാമത്തെ ചോദ്യം, യഹ മഹാരഥി കിസ്കാ പ്രതീക് ഹെ? ഇവിടെ മഹാരഥി, അതായത് ആയുധ കൊണ്ടുള്ള പോരാട്ടത്തിൽ വീരന്മാരായ ആളുകൾ എന്തിൻ്റെ പ്രതീകമാണ്? ശോഷക് വർഗ ക യാ ശോഷിത് വർഗ ക? ശോഷക് വർഗ എക്സ്പ്ലോയിറ്റർ അഥവാ ചൂഷണം ചെയ്യുന്നവൻ, ശോഷിത് വർഗ ഡിപ്രസ്ഡ് ക്ലാസ് അഥവാ ചൂഷണം ചെയ്യപ്പെട്ട വർഗം. ഉത്തരം, യഹ മഹാരഥി ശോഷക് വർഗ ക പ്രതീക് ഹെ? ഇവിടെ ചൂഷണം ചെയ്യുന്ന ആളുകളുടെ പ്രതീകമാണ് മഹാരഥി. 34ാമത്തെ ചോദ്യം, കിസ്നെ അക്ഷൗഹിണി സേനാവുങ്കി ചുനൗത്തി ദി? ആരാണ് അക്ഷൗഹിണി സേനയെ വെല്ലുവിളിച്ചത്? ഉത്തരം, അഭിമന്യുവിനെ അക്ഷൗഹിണി സേനാവുങ്കി ചുനൗത്തി ദി. അഭിമന്യുവാണ് അക്ഷൗഹിണി സേനയെ വെല്ലുവിളിച്ചത്. 35ാമത്തെ ചോദ്യം, അക്ഷൗഹിണി സേന സെ ക്യാ താൽപര്യ? അക്ഷൗഹിണി സേന എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഉത്തരം, രഥ്, ഹാത്തി, ഘോഡെ, पैदल सैनिक आदि 4 विभाग से बनाई सेना है अक्षौहिणी सेना या ചതുരംഗിണി സേന. രഥം, ആന, കുതിരകൾ, കാലാൾപ്പട
ഇങ്ങനെ 4 വിഭാഗങ്ങൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള സൈന്യ വിഭാഗമാണ് അക്ഷൗഹിണി സേന അല്ലെങ്കിൽ ചതുരംഗിണി സേന. अक्षौहिणी सेना में 21,870 रथ, 21,870 हाथी, 65,610 घोड़े, 1,09,350 पैदल सैनिक आदि होते हैं. അതായത് അക്ഷൗഹിണി സേനയിൽ 21,870 രഥം, 21,870 ഹാഥി, 65,610 കുതിരകൾ, 1,09,350 കാലാൾപ്പട ഇവയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ചോദ്യത്തിൻ്റെ തന്നെ ഉത്തരം മറ്റൊരു രീതിയിൽ നമുക്ക് എഴുതാം. 21,870 रथ, रथ के बराबर हाथी, रथ के 3 गुना घोड़े, रथ के 5 गुना पैदल सैनिक आदि से बनाया सैनिक विभाग है अक्षौहिणी सेना या ചതുരംഗിണി സേന. 21,870 രഥങ്ങൾ, രഥത്തിന് തുല്യമായ ആനകൾ, രഥത്തിന് 3 ഇരട്ടി കുതിരകൾ, രഥത്തിൻ്റെ 5 ഇരട്ടി കാലാൾപ്പടകൾ ഇവയാൽ ഉണ്ടാക്കപ്പെട്ട സൈനിക വിഭാഗമാണ് അക്ഷൗഹിണി സേന അല്ലെങ്കിൽ ചതുരംഗിണി സേന. 36ാമത്തെ ചോദ്യം, ചക്രവ്യൂഹ की विशेषता क्या है? ചക്രവ്യൂഹത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഉത്തരം, महाभारत युद्ध में कौरवों के लिए द्रोणाचार्य से बनाया हुआ सैन्य विन्यास है चक्रव्यूह. മഹാഭാരത യുദ്ധത്തിൽ കൗരവർക്ക് വേണ്ടി ദ്രോണാചാര്യരാൽ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന സൈന്യ വിന്യാസമാണ് ചക്രവ്യൂഹം. യഹ് ചക്ര കെ ജൈസെ വിന്യസ്ത സൈനികോ കാ വ്യൂഹ. ഇത് ചക്രം പോലെ വിന്യസിച്ചിരിക്കുന്നതായ സൈനികരുടെ ഒരു വ്യൂഹമാണ്, കൂട്ടമാണ്. ഇസ് വ്യൂഹ കെ അന്തർ പഠനെ വാലെ ആസാനി സെ ബാഹർ നഹി ആ സക്തെ. ഈ വ്യൂഹത്തിനുള്ളിൽ, ഈ കൂട്ടത്തിനുള്ളിൽ അകപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് എളുപ്പത്തിൽ പുറത്തു കടക്കാൻ കഴിയില്ല. ലേക്കിൻ ചക്രവ്യൂഹ ഭേദനെ കി വിദ്യ പാണ്ഡവ പക്ഷക്കെ അർജുൻ കോ മാലൂം ഹെ. എന്നാൽ ചക്രവ്യൂഹം ഭേദിക്കുന്നതിനുള്ളതായ വിദ്യ പാണ്ഡവ പക്ഷത്തിലെ അർജുനന് അറിയാം. अर्जुन का पुत्र अभिमन्यु इस चक्रव्यूह में फंसकर मर जाता है. അർജുനൻ്റെ മകനായ അഭിമന്യു ചക്രവ്യൂഹത്തിൽ അകപ്പെട്ട് മരിച്ചു പോകുന്നു. 37ാമത്തെ ചോദ്യം, ഇൻമേ കോൻ സാമാന്യ ജനത കാ പ്രതിനിധിത്വ करता है. ഇവരിൽ ആരാണ് സാധാരണ ജനതയുടെ പ്രതിനിധിയായിട്ട് വരുന്നത്? ടൂട്ടാപഹ്യ, മഹാരഥി, അഭിമന്യു. ടൂട്ടാപഹ്യയോ അല്ലെങ്കിൽ മഹാരഥികളായ ആളുകളോ അഭിമന്യു? ഉത്തരം, അഭിമന്യു. 38ാമത്തെ ചോദ്യം, കോൻ ചക്രവ്യൂഹമേ ഘുസ് ഗയ. ആരാണ് ചക്രവ്യൂഹത്തിൽ അകപ്പെട്ടിരിക്കുന്നത്? ഉത്തരം, അഭിമന്യു ചക്രവ്യൂഹമേ ഘുസ് ഗയ. അഭിമന്യു ചക്രവ്യൂഹത്തിൽ അകപ്പെട്ടിരിക്കുന്നു. 39ാമത്തെ ചോദ്യം, നിഹത്തി ആവാസ് കിസ്കി ഹെ. ആയുധമില്ലാത്തവൻ്റെ ശബ്ദമാരുടേതാണ്? ഉത്തരം, നിഹത്തി ആവാസ് അഭിമന്യു കി ഹെ. ആയുധമില്ലാത്തവൻ്റെ ശബ്ദം അഭിമന്യുവിൻ്റെതാണ്. കിസ്നെ ചക്രവ്യൂഹ കാ രചന കിയ. ആരാണ് ചക്രവ്യൂഹം സൃഷ്ടിച്ചത്? കൗരവപക്ഷക്ക് ലിയേ ദ്രോണാചാര്യനെ ചക്രവ്യൂഹ കാ രചന കിയ. കൗരവപക്ഷത്തിന് വേണ്ടി ദ്രോണാചാര്യരാണ് ചക്രവ്യൂഹം സൃഷ്ടിച്ചത്. 41ാമത്തെ ചോദ്യം, മഹാരഥി കിസ്കോ ബ്രഹ്മാസ്ത്രോ സെ കുശൽ ദേനാ ചാഹത്തെ ഹെ. മഹാരഥികളായ ആളുകൾ ബ്രഹ്മാസ്ത്രങ്ങൾ കൊണ്ട് ആരെയാണ് നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്? ഉത്തരം, മഹാരഥി അഭിമന്യു കോ ബ്രഹ്മാസ്ത്രോ സെ കുശൽ ദേനാ ചാഹത്തെ ഹെ. മഹാരഥികളായ ആളുകൾ അഭിമന്യുവിനെയാണ് ബ്രഹ്മാസ്ത്രങ്ങൾ കൊണ്ട് ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നത്. 42ാമത്തെ ചോദ്യം, യഹ ദുസ്സാഹസി കോൻ ഹെ. ഇവിടെ ദുസ്സാഹസി, കഠിനമായ സാഹസം, കടുത്ത സാഹസം ചെയ്യുന്ന ആൾ ആരാണ്? ഉത്തരം, യഹ ദുസ്സാഹസി അഭിമന്യു ഹെ. 43ാമത്തെ ചോദ്യം, ഇൻമേം കോൻ ശോഷക കാ പ്രതിനിധിത്വ करता है. ഇവിടെ ആരാണ് ചൂഷണം ചെയ്യപ്പെടുന്ന വിഭാഗത്തിൽ അല്ലെങ്കിൽ ചൂഷണം ചെയ്യപ്പെടുന്ന വിഭാഗത്തിൻ്റെ പ്രതിനിധിയായിട്ട് വരുന്നത് ആരാണ്? ടൂട്ടാപഹ്യ, മഹാരഥി, അഭിമന്യു. ഇവിടെ ശോഷക്, ചൂഷണം ചെയ്യപ്പെടുന്ന, ചൂഷണം ചെയ്യുന്ന ആൾ എന്നുള്ള അർത്ഥത്തിലാണ് ശോഷക് എന്ന് പറയുന്നത്. ഉത്തരം, മഹാരഥി. 44ാമത്തെ ചോദ്യം, മുജെ ഫേങ്കോ മത് യേ കോൻ कहता है. എന്നെ വലിച്ചെറിയരുത് എന്ന് ആരാണ് പറയുന്നത്? ഉത്തരം, യേ ടൂട്ടാപഹ്യ कहता है. ഇത് പൊട്ടിയ ചക്രമാണ് പറയുന്നത്.
45-ാമത്തെ ചോദ്യം, യഹാ അഭിമന്യു കിസ്ക പ്രതീക് ഹെ? ഇവിടെ അഭിമന്യു ആരുടെ പ്രതീകമാണ്? ശോഷക് വർഗ ക യാ ശോഷിത് വർഗ ക? ഉത്തരം ശോഷിത് വർഗ ക, ചൂഷണം ചെയ്യപ്പെടുന്ന വിഭാഗം. ചൂഷണം ചെയ്യുന്ന ആളല്ല, ചെയ്യപ്പെടുന്ന, മറ്റുള്ളവരാൽ ചൂഷണം ചെയ്യപ്പെടുന്ന ആൾ. 46-ാമത്തെ ചോദ്യം, മുജെ ഫേങ്കോ മത് ടൂട്ടെ പഹിയനെ ഇസക്യോം കഹ? എന്നെ വലിച്ചെറിയരുത് എന്ന് പൊട്ടിയ ചക്രം എന്തുകൊണ്ടാണ് പറയുന്നത്? ഉത്തരം, महाभारत युद्ध में निरायुध अभिमन्यु को कौरवों के शस्त्रों से रक्षा पाने के लिए टूटे पहिए की सहायता लेनी पड़ी. മഹാഭാരത യുദ്ധത്തിൽ ആയുധമില്ലാത്ത അഭിമന്യുവിനെ കൗരവ പക്ഷത്തിലെ ആളുകളുടെ ആയുധങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ പൊട്ടിയ ചക്രത്തിൻ്റെ സഹായം തേടേണ്ടതായി വന്നു. इस प्रकार आजकल के निराश्रय लोगों को टूटे पहिए की सहायता लेनी पड़ेगी. ഇത്തരത്തിൽ ഇന്നത്തെ കാലത്ത് ആരാലും ആശ്രയമില്ലാത്ത ആളുകൾക്ക് പൊട്ടിയ ചക്രത്തിൻ്റെ സഹായം തേടേണ്ടതായി വന്നേക്കാം. മാനുഷിക മൂല്യമെന്നതായ പൊട്ടിയ ചക്രത്തിൻ്റെ സഹായം തേടേണ്ടി വന്നേക്കാം. ഇസ്ലേ ടൂട്ടെ പഹിയനെ ഈസേക്ക, അതുകൊണ്ടാണ് പൊട്ടിയ ചക്രം ഇങ്ങനെ പറയുന്നത്. 47-ാമത്തെ ചോദ്യം, കിസ്ക പക്ഷ അസത്യ? ആരുടെ പക്ഷമാണ് സത്യമല്ലാത്തത്? ഉത്തരം, കൗരവോं का പക്ഷ അസത്യ, കൗരവ ഭാഗത്തിൻ്റെ ഭാഗമാണ് സത്യമല്ലാത്തത്. 48-ാമത്തെ ചോദ്യം, ടൂട്ടാ പഹിയ കവിത കെ ആധാർ पर നിഹത്തെ ലോഗ് കിസ്ക ആശ്രയ ലേ സക്തെ ഹൈ? പൊട്ടിയ ചക്രം എന്ന കവിതയെ അടിസ്ഥാനമാക്കി നിഹത്തെ ലോഗ്, ആയുധമില്ലാത്ത ആളുകൾ ആരെ ആശ്രയിക്കേണ്ടതായി വരുന്നു? ഉത്തരം, കവിത കെ അനുസാർ നിഹത്തെ ലോഗ് ടൂട്ടെ പഹിയ കാ ആശ്രയ ലേ സക്തെ ഹൈ. കവിത അനുസരിച്ച് ആയുധമില്ലാത്ത ആളുകൾ പൊട്ടിയ ചക്രത്തെ ആശ്രയിക്കേണ്ടതായി വരുന്നു. അയാം കലാം കെ ബഹാനെ കേസി രചന ഹെ? അയാം കലാം കെ ബഹാനെ എന്നത് ഏത് തരത്തിലുള്ള രചനയാണ്? ഉത്തരം, ഫിൽമി ലേഖ്, സിനിമയുമായി ബന്ധപ്പെട്ട ലേഖനം. 50-ാമത്തെ ചോദ്യം, അയാം കലാം കെ ബഹാനെ നാമക രചന കാ രചയിത കോൻ ഹെ? അയാം കലാം കെ ബഹാനെ എന്ന പേരിലുള്ള പാഠത്തിൻ്റെ രചയിതാവ് ആരാണ്? ഉത്തരം, മിഹിർ പാണ്ഡെ. 51-ാമത്തെ ചോദ്യം, അയാം കലാം ഡാഷ് ഹെ? ഏകാംഗി, കവിത, സിനിമ, പട്കഥ. ഏകാംഗം അഥവാ നാടകം, കവിത, സിനിമ, സ്ക്രിപ്റ്റ്. ഉത്തരം, സിനിമ. 52-ാമത്തെ ചോദ്യം, ലൂസി മാഡം കോൻ ഹെ? ലൂസി മാഡം ആരാണ്? ഉത്തരം, ലൂസി മാഡം വിദേശി ടൂറിസ്റ്റ്. ലൂസി മാഡം വിദേശി ടൂറിസ്റ്റാണ്. 53-ാമത്തെ ചോദ്യം, രൺവിജയ് ബഹുത് പരേഷാൻ ഹുവാ ക്യോ? രൺവിജയ് വളരെ പരിഭ്രാന്തനായി എന്തുകൊണ്ട്? രൺവിജയ് കോ ഉസ്കെ സ്കൂൾ में ഭാഷൺ ദേനെ के लिए कहा? രൺവിജയനോട് തൻ്റെ സ്കൂളിൽ പ്രസംഗിക്കുന്നതിനായി പറഞ്ഞു. ഉസ്കോ ഹിന്ദി അച്ചി തരഹ് മാലൂം നഹീ ഥാ, അവന് ഹിന്ദി നന്നായിട്ട് അറിയില്ലായിരുന്നു. ഇസ്ലിയേ വഹ് പരേഷാൻ ഹോ, അതുകൊണ്ട് അവൻ പരിഭ്രാന്തനായി. 54-ാമത്തെ ചോദ്യം, അയാം കലാം സിനിമ കാ നിദേശക് കോൻ ഹെ? അയാം കലാം എന്ന സിനിമയുടെ ഡയറക്ടർ ആരാണ്? ഉത്തരം, നീൽ മാധവ് പാണ്ഡെ. 55-ാമത്തെ ചോദ്യം, ഛോട്ടുവിനെ കിസ്കോ പേട് പർ ചढ़ना സിഖായ? ഛോട്ടുവിനെ ആരാണ് മരത്തിൽ കയറാൻ പഠിപ്പിച്ചത്? ഉത്തരം, ഛോട്ടുവിനെ രൺവിജയ് കോ പേട് പർ ചढ़ना സിഖായ. ഛോട്ടു രൺവിജയനെ മരത്തിൽ കയറാൻ പഠിപ്പിച്ചു. ഛോട്ടു ആരെയാണ് മരത്തിൽ കയറാൻ പഠിപ്പിച്ചത് എന്നുള്ളതിൻ്റെ ഉത്തരമാണ് പറഞ്ഞത്. ഛോട്ടു രൺവിജയനെ മരത്തിൽ കയറാൻ പഠിപ്പിച്ചു. 56-ാമത്തെ ചോദ്യം, മോർപാൽ കോ രവിവാർ ഹഫ്തേ കാ സബ്സെ ബുരാ ദിൻ ലഗാ ക്യോ? മോർപാലിന് സൺഡേ ആഴ്ചയുടെ വളരെ മോശമായ ദിവസമായിട്ട് തോന്നി എന്തുകൊണ്ട്? ഉത്തരം, മോർപാൽ കോ സ്കൂൾ ജാന ബഹുത് പസന്ത് ഥാ. മോർപാലിന് സ്കൂളിൽ പോകാൻ വളരെ ഇഷ്ടമായിരുന്നു. രവിവാർ കോ സ്കൂൾ മേ ഛുട്ടി ഥി. സൺഡേ സ്കൂളിന് അവധിയായിരുന്നു. ഇസ്ലിയേ ഉസ്കോ രവിവാർ ഹഫ്തേ കാ സബ്സെ ബുരാ ദിൻ ലഗാ. അതുകൊണ്ട് അവന് ഞായറാഴ്ച ആഴ്ചയുടെ ഏറ്റവും മോശമായ ദിവസമായിട്ട് തോന്നി. 57-ാമത്തെ ചോദ്യം, മിഹിർ കാ മിത്ര കോൻ ഹെ? മിഹിറിൻ്റെ കൂട്ടുകാരൻ ആരാണ്? ഉത്തരം, മിഹിർ കാ മിത്ര മോർപാൽ ഹെ. മിഹിറിൻ്റെ കൂട്ടുകാരൻ മോർപാലാണ്. 58-ാമത്തെ ചോദ്യം, അയാം കലാം ഫിലിം കെ മുഖ്യ പാത്ര കോൻ കോൻ ഹെ? അയാം കലാം എന്ന സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരെല്ലാമാണ്? ഉത്തരം, അയാം കലാം ഫിലിം കെ മുഖ്യ പാത്ര ഛോട്ടു യാ കലാം ഓർ രൺവിജയ് ഹെ. അയാം കലാം എന്ന സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ കലാം എന്ന പേരിൽ അറിയപ്പെടുന്ന ഛോട്ടുവും രൺവിജയുമാണ്. 59-ാമത്തെ ചോദ്യം, മിഹിർ യാ ലേഖക് കോ സ്കൂൾ में बिताए समय को अपने बचपन का सबसे खराब समय समझा क्यों?
മിഹിറിന് അഥവാ ലേഖകന് സ്കൂളിൽ ചെലവിട്ടതായ കാലഘട്ടം തൻ്റെ കുട്ടിക്കാലത്തെ ഏറ്റവും മോശമായ സമയമായിട്ട് തോന്നി. എന്തുകൊണ്ട്? ഉത്തരം, മിഹിർ യ ലേഖകോ സ്കൂൾ മേ ജാന പസന്ദ് നഹീ ഥാ. മിഹിറിന് അല്ലെങ്കിൽ ലേഖകന് സ്കൂളിൽ പോകാൻ ഇഷ്ടമായിരുന്നില്ല. इसलिए उसको स्कूल में बिताए समय को अपने बचपन का सबसे खराब समय समझा. അതുകൊണ്ടാണ് സ്കൂളിൽ ചെലവിട്ടതായ തൻ്റെ കുട്ടിക്കാലം തൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശമായ സമയമായിട്ട് കരുതിയിരുന്നത്. 60ാമത്തെ ചോദ്യം, കിസ്കോ ഛാച്ച് ബഹുത് പസന്ത് ഥ. ആർക്കായിരുന്നു മോര് വളരെ ഇഷ്ടമായിരുന്നത്? ഉത്തരം, ലേഖക് യ മിഹിർ കോ ഛാച്ച് ബഹുത് പസന്ത് ഥ. ലേഖകൻ മിഹിറിനാണ് മോര് വളരെ ഇഷ്ടമായിരുന്നത്. 61ാമത്തെ ചോദ്യം, മോർപാൽ കോ ഘർ സെ സ്കൂൾ തക് കിത്നെ കിലോമീറ്റർ സൈക്കിൾ ചലാന പഡ്താ ഥാ. മോർപാലിന് വീട്ടിൽ നിന്ന് സ്കൂൾ വരെ എത്ര കിലോമീറ്റർ സൈക്കിളിൽ സഞ്ചരിക്കേണ്ടതുണ്ടായിരുന്നു? ഉത്തരം, മോർപാൽ കോ ഘർ സെ സ്കൂൾ തക്ക് 12 കിലോമീറ്റർ സൈക്കിൾ ചലാന പഡ്താ ഥാ. മോർപാലിന് വീട്ടിൽ നിന്ന് സ്കൂൾ വരെയുള്ള 15 കിലോമീറ്റർ സൈക്കിളിൽ സഞ്ചരിക്കേണ്ടതുണ്ടായിരുന്നു. 62ാമത്തെ ചോദ്യം, ഫിലിം കെ നായക് കലാം കോ ഛോട്ടു നാം സെ ക്യോं ബുലാത്തെ ഹൈ. ഫിലിമിലെ നായകനായ കലാമിനെ ഛോട്ടു എന്ന പേരിൽ എന്തുകൊണ്ടാണ് വിളിക്കുന്നത്? ഉത്തരം, വഹാ കെ ലോഗ് ഠാണി പർ കാം കർനെ വാലെ സാരെ ബച്ചോं को ഛോട്ടു നാം സെ ബുലാത്തെ ഹൈ. അവിടെയുള്ള ആളുകൾ ഠാണിയിൽ ജോലി ചെയ്യുന്നതായ എല്ലാ കുട്ടികളെയും ഛോട്ടു എന്ന പേരിലാണ് വിളിച്ചിരുന്നത്. इसलिए वे फिल्म के नायक कलाम को भी छोटू नाम से बुलाते हैं. അതുകൊണ്ട് അവരെല്ലാവരും ഫിലിമിലെ നായകനായ കലാമിനെയും ഛോട്ടു എന്ന് വിളിക്കുന്നു. 63ാമത്തെ ചോദ്യം, മോർപാൽ കേസെ ഛാച്ച് ലാത്താ ഥാ. മോർപാൽ എങ്ങനെയാണ് മോര് കൊണ്ടുവന്നിരുന്നത്? ഉത്തരം, മോർപാൽ अपने गांव से स्कूल तक 15 किलोमीटर दूर साइकिल पर छाछ का डिब्बा बिना छलकाए लाता था. മോർപാൽ തൻ്റെ ഗ്രാമത്തിൽ നിന്ന് സ്കൂൾ വരെയുള്ള 15 കിലോമീറ്റർ സൈക്കിളിൽ മോര് പാത്രം തുളുമ്പാതെ കൊണ്ടുവന്നിരുന്നു. 64ാമത്തെ ചോദ്യം, കലാം യാ ഛോട്ടു കാ സപ്ന ക്യാ ഹൈ. കലാമിൻ്റെ അല്ലെങ്കിൽ ഛോട്ടുവിൻ്റെ സ്വപ്നം എന്തായിരുന്നു? ഉത്തരം, സ്കൂൾ ജാന और टीवी में देखे लंबे बालों वाले राष्ट्रपति कलाम सा बनना कलाम का या छोटू का सपना है. സ്കൂളിൽ പോവുക എന്നുള്ളതും ടി വിയിൽ കാണുന്നത് പോലെ ഉള്ള രാഷ്ട്രപതി കലാമിനെ പോലെ ആകുക എന്നുള്ളതുമായിരുന്നു ഛോട്ടുവിൻ്റെ സ്വപ്നം. 65ാമത്തെ ചോദ്യം, കലാം യാ ഛോട്ടു കോ അപ്നി മൻസിൽ മിൽത്തി ഹൈ. കലാം അല്ലെങ്കിൽ ഛോട്ടുവിന് തൻ്റെ ലക്ഷ്യം സാധിക്കുന്നു. കലാം കി മൻസിൽ ക്യാ ഹൈ. കലാമിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? उत्तरम, कलाम या छोटू का मंजिल है कि हम नाम डॉक्टर कलाम के नाम लिखी चिट्ठी दिल्ली जाकर उनके हाथ में खुद देना. കലാമിൻ്റെ ലക്ഷ്യം ഇതായിരുന്നു, തൻ്റെ തന്നെ പേരിലുള്ളതായ ഡോക്ടർ കലാമിൻ്റെ പേരിൽ എഴുതിയിരിക്കുന്നതായ കത്ത് സ്വയം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക. 66ാമത്തെ ചോദ്യം, ഛോട്ടു കഹാ കാം കർത്താ ഥാ. ഛോട്ടു എവിടെയായിരുന്നു ജോലി ചെയ്തിരുന്നത്? ഉത്തരം, छोटू ठाणी की चाय की दुकान में काम करता था. छोटू ഠാണിയിലെ ചായക്കടയിൽ ജോലി ചെയ്തിരുന്നു. 67ാമത്തെ ചോദ്യം, മിഹിർ കെ പാസ് ജ്യാദാ കപ്പടേ ഥേ ജിൻകോ വ കഹാ സേ ഖരീദ ഥാ. മിഹിറിൻ്റെ കൈവശം ധാരാളം വസ്ത്രങ്ങളുണ്ടായിരുന്നു. അവയെല്ലാം മിഹിർ എവിടെ നിന്നാണ് വാങ്ങിയിരുന്നത്? ഉത്തരം, मिहिर के पास ज़्यादा कपड़े थे जिनको उसने अपनी पसंद से बड़े शहरों से बड़े बाजारों से खरीदा था. അതായത് മിഹിറിൻ്റെ അടുക്കലുണ്ടായിരുന്ന വസ്ത്രങ്ങൾ അവന് ഇഷ്ടപ്പെട്ട പട്ടണങ്ങളിലെ ഇഷ്ടപ്പെട്ട മാർക്കറ്റുകളിൽ നിന്നാണ് വാങ്ങിയിരുന്നത്. 68ാമത്തെ ചോദ്യം, കിസ്കോ രാജ്മ ചാവൽ ബഹുത് പസന്ത് ഥാ. ആർക്കായിരുന്നു രാജ്മ ചാവൽ വളരെ ഇഷ്ടമായിരുന്നത്? ഉത്തരം, മോർപാൽക്കോ രാജ്മ ചാവൽ ബഹുത് പസന്ത് ഥാ. മോർപാലിനായിരുന്നു രാജ്മ ചാവൽ വളരെ ഇഷ്ടമായിരുന്നത്. 69ാമത്തെ ചോദ്യം, സ്കൂൾ ജാനെ മേ മിഹിർ और മോർപാൽ में क्या फर्क होता है. സ്കൂളിൽ പോകുന്നതിൽ മിഹിറും മോർപാലും തമ്മിലുള്ള വ്യത്യാസം എന്തായിരുന്നു? ഉത്തരം, ലേഖക് യാ മിഹിർ കോ സ്കൂൾ ജാന പസന്ദ് നഹീ ഥാ. ലേഖകന് അഥവാ മിഹിറിന് സ്കൂളിൽ പോകാൻ ഇഷ്ടമായിരുന്നില്ല. ലേക്കിൻ മോർപാൽ കോ സ്കൂൾ ജാന ബഹുത് പസന്ദ് ഥാ. എന്നാൽ മോർപാലിന് സ്കൂളിൽ പോകാൻ വളരെ ഇഷ്ടമായിരുന്നു. 70ാമത്തെ ചോദ്യം, ലൂസി മാഡംനെ ഛോട്ടു കോ ക്യാ വാദാ കിയ. ലൂസി മാഡം ഛോട്ടുവിന് എന്ത് വാഗ്ദാനമാണ് നൽകിയത്? ഉത്തരം, लूसी मैडम ने छोटू को वादा किया कि वे छोटू को अपने साथ दिल्ली ले जाएंगी. ലൂസി മാഡം ഛോട്ടുവിന് വാഗ്ദാനം ചെയ്തത് ഇതാണ്, ഛോട്ടുവിനെ
തന്നോടൊപ്പം ഡൽഹിയിൽ കൊണ്ടുപോകും. 71ാമത് ചോദ്യം, കോൺ ഛാച്ച് ലാത്താ ഥ, ആരാണ് മോര് കൊണ്ടുവന്നിരുന്നത്? ഉത്തരം മോർപാൽ ഛാച്ച് ലാത്താ ഥ, മോർപാലാണ് മോര് കൊണ്ടുവന്നിരുന്നത്. 72ാമത് ചോദ്യം, ഛോട്ടു ക മിത്ര കോൺ ഹെ, ഛോട്ടുവിൻ്റെ കൂട്ടുകാരൻ ആരാണ്? ഛോട്ടു ക മിത്ര ഠാണി കെ റാണ ക ബേട്ട രൺവിജയ് ഹെ, ഛോട്ടുവിൻ്റെ കൂട്ടുകാരൻ ഠാണിയിലെ രജപുത്ര രാജാവിൻ്റെ മകനായ രൺവിജയാണ്. 73ാമത് ചോദ്യം, छोटू ने रणविजय की दोस्ती के बारे में राणा के कारिंदों से नहीं बताया क्यों? छोटू രൺവിജയൻ്റെ സൗഹൃദത്തെ സംബന്ധിച്ച് റാണായുടെ ഉദ്യോഗസ്ഥരോട്, രജപുത്ര രാജാവിൻ്റെ ഉദ്യോഗസ്ഥരോട് പറഞ്ഞില്ല, എന്തുകൊണ്ട്? उत्तरम, छोटू और रणविजय की दोस्ती के कारण रणविजय को दंड मिलेगा, इसी डर से छोटू ने उनकी दोस्ती के बारे में राणा के कारिंदों से नहीं बताया. छोटू രൺവിജയുമായിട്ടുള്ള സൗഹൃദത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ രൺവിജയന് ശിക്ഷ കിട്ടും എന്നുള്ള പേടി കൊണ്ട് രൺവിജയുമായിട്ടുള്ള സൗഹൃദത്തെ സംബന്ധിച്ച് റാണയുടെ ഉദ്യോഗസ്ഥരോട് പറഞ്ഞില്ല. ये भी नहीं कि छोटू रणविजय की दोस्ती छूटना नहीं चाहता, ഇത് മാത്രമല്ല छोटू रणविजयൻ്റെ സൗഹൃദം ഉപേക്ഷിക്കാനും ആഗ്രഹിച്ചിരുന്നില്ല. 74ാമത് ചോദ്യം, മോർപാൽ സദാ സ്കൂൾ की യൂണിഫോം पहनता था क्यों? മോർപാൽ എപ്പോഴും സ്കൂൾ യൂണിഫോം ധരിച്ചിരുന്നു, എന്തുകൊണ്ട്? ഉത്തരം, മോർപാൽ के पास एकमात्र कमीज पान का नया जोड़ा वह नीली खाकी യൂണിഫോം ही थी. മോർപാലിന് ആകെ കൂടിയുള്ള പാൻറ്റും ഷർട്ടും പുതിയ ജോഡി ആയ നീലയും കാക്കിയും നിറത്തിലുള്ള യൂണിഫോം മാത്രമായിരുന്നു. ഇസ്ലിയെ വ സദാ സ്കൂൾ की യൂണിഫോം पहनता था, അതുകൊണ്ടാണ് അവൻ എപ്പോഴും സ്കൂൾ യൂണിഫോം തന്നെ ധരിച്ചിരുന്നത്. 75ാമത്തെ ചോദ്യം, മോർപാലിനെ പഠായി छोड़कर क्या किया? മോർപാൽ പഠിത്തം ഉപേക്ഷിച്ച് എന്ത് ചെയ്തു? ഉത്തരം, മോർപാലിനെ പഠായി छोड़कर अपने पिता के साथ खेती करने गया. മോർപാൽ പഠിത്തം ഉപേക്ഷിച്ച് തൻ്റെ അച്ഛനോടൊപ്പം കൃഷി ചെയ്യുന്നതിനായി പോയി. 76ാമത്തെ ചോദ്യം, रणविजय हिंदी भाषण में प्रथम पुरस्कार पाता है कैसे? रणविजय ഹിന്ദി പ്രസംഗത്തിൽ 1ാം സ്ഥാനം നേടുന്നു, എങ്ങനെ? उत्तरम, छोटू ने रणविजय के लिए एक अच्छा भाषण लिख दिया. छोटू रणविजयന് വേണ്ടി നല്ലൊരു പ്രസംഗം എഴുതി കൊടുത്തു. इसलिए रणविजय हिंदी भाषण में प्रथम पुरस्कार पाता है. അതുകൊണ്ടാണ് रणविजय ഹിന്ദി പ്രസംഗത്തിൽ 1ാം സ്ഥാനം നേടുന്നത്. 77ാമത്തെ ചോദ്യം, रणविजय हिंदी भाषण में प्रथम पुरस्कार पाता है कैसे? ഈ ചോദ്യം ആവർത്തിച്ച് വന്നിരിക്കുന്നതാണ്. 78ാമത്തെ ചോദ്യം, മോർപാൽ കിസി ഷാദി മേ ഭി സ്കൂൾ की യൂണിഫോം പഹൻകർ ജാതാ था क्यों? മോർപാൽ വിവാഹത്തിന് പോലും യൂണിഫോം ധരിച്ചായിരുന്നു പോയിരുന്നത്, എന്തുകൊണ്ട്? മോർപാൽ के पास एकमात्र कमीज पैंट का नया जोड़ा वह नीली खाकी യൂണിഫോം ही थी. മറ്റൊരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് പറഞ്ഞിട്ടുള്ളത് തന്നെയാണിതും. മോർപാലിന് ആകെക്കൂടി ഉണ്ടായിരുന്നത് ഈ പുതിയ ജോഡിയായ നീലയും കാക്കിയും നിറത്തിലുള്ള യൂണിഫോം മാത്രമായിരുന്നു, അതുകൊണ്ടാണ് വിവാഹത്തിന് പോലും സ്കൂൾ യൂണിഫോം ധരിച്ച് പോയിരുന്നത്. 79ാമത്തെ ചോദ്യം, കിസ്നെ ഭാഷൺ പ്രതിയോഗിത മേ रणविजय की സഹായത की? ആരാണ് പ്രസംഗ മത്സരത്തിൽ रणविजयനെ സഹായിച്ചത്? ഉത്തരം, छोटू या कलाम ने भाषण प्रतियोगिता में रणविजय की സഹായത की. छोटू അല്ലെങ്കിൽ കലാമാണ് പ്രസംഗ മത്സരത്തിൽ रणविजयനെ സഹായിച്ചത്. 80ാമത്തെ ചോദ്യം, അയാം കലാം നാമക് ഫിലിം കാ നായക് കോൻ ഹെ? അയാം കലാം എന്ന സിനിമയുടെ നായക കഥാപാത്രം ആരാണ്? അയാം കലാം നാമക് ഫിലിം കാ നായക് ഛോട്ടു ഹെ. അയാം കലാം എന്ന ഫിലിമിലെ അല്ലെങ്കിൽ സിനിമയിലെ നായകൻ ഛോട്ടു ആണ്. 81ാമത്തെ ചോദ്യം, ഫിലിം കെ നായക് കലാം കി ഇച്ഛ ക്യാ ഹെ? ഫിലിമിലെ നായകനായ കലാമിൻ്റെ ആഗ്രഹം എന്തായിരുന്നു? ഉത്തരം, സ്കൂൾ ജാന और टीवी में देखे लंबे बालों वाले राष्ट्रपति कलाम साहब എന്ന ഫിലിം കെ നായക് കലാം കി ഇച്ഛ ഹെ. മറ്റൊരു ചോദ്യത്തിൻ്റെ ഉത്തരവും ഏതാണ്ട് ഇതേ രീതിയിൽ തന്നെ വരുന്നതാണ്. സ്കൂളിൽ പോവുക എന്നുള്ളതും ടി വിയിൽ കാണുന്ന നീളം കൂടിയ തലമുടിയോടുകൂടിയ രാഷ്ട്രപതി കലാമിനെ പോലെ ആകുക എന്നുള്ളതുമായിരുന്നു ഫിലിമിലെ നായകനായ കലാമിൻ്റെ ആഗ്രഹം. 82ാമത്തെ ചോദ്യം, മോർപാൽ കേസെ സ്കൂൾ ജാതാ ഥാ? മോർപാൽ എങ്ങനെയായിരുന്നു സ്കൂളിൽ പോയിരുന്നത്? ഉത്തരം, മോർപാൽ 15 കിലോമീറ്റർ സൈക്കിൾ ചലാക്കർ സ്കൂൾ ജാതാ ഥാ. മോർപാൽ 15 കിലോമീറ്റർ സൈക്കിളിൽ സഞ്ചരിച്ചാണ് സ്കൂളിൽ പോയിരുന്നത്. 83ാമത്തെ ചോദ്യം, ഛോട്ടുവിനെ കിസ്സെ ഖുഡ് സവാരി സീഖി? ആരിൽ നിന്നാണ് ഛോട്ടു കുതിര സവാരി പഠിച്ചത്? ഉത്തരം,
छोटू ने रणविजय से घुड़सवारी सीखी. छोटു रणविजയിൽ നിന്നാണ് കുതിരസവാരി പഠിച്ചത്. 84ാമത്തെ ചോദ്യം, ലേഖക് और മോർപാൽ के अंग्रेजी മാസ്റ്റർ कौन है? ലേഖകന്റെയും മോർപാലിന്റെയും ഇംഗ്ലീഷ് അധ്യാപകൻ ആരാണ്? ഉത്തരം തിവാരി ജി. ലേഖക് और മോർപാൽ के अंग्रेजी മാസ്റ്റർ है. തിവാരി ജി ആണ് മോർപാലിന്റെയും ലേഖകന്റെയും ഇംഗ്ലീഷ് അധ്യാപകൻ. 85ാമത്തെ ചോദ്യം, छोटू और रणविजय पर कैसे दोस्ती हो जाती है? छोटूവും रणविजയും തമ്മിൽ എങ്ങനെയാണ് സൗഹൃദം ഉണ്ടാകുന്നത്? उत्तरम कलाम और रणविजय के बीच घुड़सवारी सीखने और पेड़ पर चढ़ना सिखाने के लेन देन को लेकर दोस्ती हो जाती है. കലാമും रणविजയും തമ്മിൽ പരസ്പരം ഒരാൾ കുതിരസവാരി മറ്റേയാളെ പഠിപ്പിക്കാമെന്നും അതുപോലെ ഒരാൾ മറ്റൊരാളെ മരം കയറാൻ പഠിപ്പിക്കാമെന്നുമുള്ളതായ വ്യവസ്ഥയിൽ സൗഹൃദം ആരംഭിക്കുന്നു. 86ാമത്തെ ചോദ്യം, സബ്സെ ബഡാ ഷോമാൻ കേസി രചന ഹെ? സബ്സെ ബഡാ ഷോമാൻ ആരുടെ രചനയാണ്? ഏത് തരത്തിലുള്ള രചനയാണ്? ഉത്തരം ജീവനി കാ അംശ്, ജീവചരിത്രത്തിൻ്റെ ഭാഗം. 87ാമത്തെ ചോദ്യം, സബ്സെ ബഡാ ഷോമാൻ നാമക് രചന കാ രചയിത കോൻ ഹെ? സബ്സെ ബഡാ ഷോമാൻ എന്ന പേരിലുള്ള രചനയുടെ രചയിതാവ് ആരാണ്? ഉത്തരം ഗീത് ചതുർവേദി. 88ാമത്തെ ചോദ്യം, കിസ്കി ആവാസ് ഭട്കർ ഫുസ്ഫുസാഹട്ട് മേ തബ്ദീൽ ഹോഗി? ആരുടെ ശബ്ദമാണ് പിറുപിറുക്കലായി മാറിയത്? ഉത്തരം ചാർലി की माँ हन्ना की आवाज़ फटकर फुसफुसाहट में तब्दील होगी. ചാർലിയുടെ അമ്മ ഹന്നയുടെ ശബ്ദമാണ് പിറുപിറുക്കലായി മാറിയത്. 89ാമത്തെ ചോദ്യം, कुछ देर तक ऑर्केस्ट्रा वाले चार्ली की आवाज़ में उस गाने की धुन तलाशते रहे क्यों? കുറച്ച് സമയത്തേക്ക് ഓർക്കസ്ട്ര വായിക്കുന്ന ആളുകൾ ചാർലിയുടെ ശബ്ദത്തിലെ പാട്ടിൻ്റെ താളം അന്വേഷിച്ചുകൊണ്ടിരുന്നു. എന്തുകൊണ്ട്? ഉത്തരം 5 साल का चार्ली मशहूर गीत जैक ജോൺസ് ഗാന अपने तरीके से गाने लगा. 5 വയസ്സുകാരനായ ചാർലി വളരെ ഫേമസ് ആയ ജാക്ക് ജോൺസിൻ്റെ പാട്ട് തൻ്റേതായ രീതിയിൽ പാടാൻ തുടങ്ങി. ഇസ് കാരണം ഓർക്കസ്ട്ര വാലെ അസമഞ്ജസ്മേ പടേ രഹേ. ഈ കാരണത്താൽ ഓർക്കസ്ട്ര വായിക്കുന്ന ആളുകൾ ആശയക്കുഴപ്പത്തിലായി. ബാദ് മേ വേ ചാർലി की गाने के धुन के अनुसार गाना सजने लगी. അവസാനം ചാർലിയുടെ പാട്ടിൻ്റെ താളത്തിനനുസരിച്ച് അവർ ഓർക്കസ്ട്ര വായിക്കുവാൻ തുടങ്ങി. 90ാമത്തെ ചോദ്യം, കിസ്കോ സ്റ്റേജ് സെ ഹട്നെ കോ മജ്ബൂർ കർ ദിയ? ആർക്കാണ് സ്റ്റേജിൽ നിന്ന് പിന്മാറേണ്ടതായി വന്നത്? ഉത്തരം ചാർലി की माँ हन्ना को സ്റ്റേജ് സെ ഹട്നെ കോ മജ്ബൂർ കർ ദിയ. ചാർലിയുടെ അമ്മ ഹന്നയ്ക്കാണ് സ്റ്റേജിൽ നിന്ന് പിന്മാറേണ്ടതായി വന്നത്. 91ാമത്തെ ചോദ്യം, ഇസ് ബാത് നെ ഹോൾ കോ ഹസി ഘർ മേ തബ്ദീൽ കർ ദിയ? ബാത് ക്യാ ഹെ? ഈ കാര്യം ഹോളിനെ ചിരി ഭവനമാക്കി അല്ലെങ്കിൽ ചിരിയുടെ വീടാക്കി മാറ്റി. കാര്യം എന്താണ്? ഉത്തരം 5 साल का चार्ली स्टेज पर खड़े होकर अपने तरीके से गाना शुरू किया. 5 വയസ്സുകാരനായ ചാർലി സ്റ്റേജിൽ നിന്നുകൊണ്ട് തൻ്റെതായ രീതിയിൽ പാട്ട് പാടാൻ തുടങ്ങി. യെ സുൻകർ ദർശകനെ സ്റ്റേജ് पर पैसे फेंके. ഇത് കേട്ടിട്ട് ഓഡിയൻസ് സ്റ്റേജിലേക്ക് പൈസ വാരി എറിഞ്ഞു. पैसों की बौछार देखकर चार्ली ने दर्शकों से कहा कि मैं पहले ये पैसे बटोरूंगा और उसके बाद ही गाऊंगा. ये സ്റ്റേജിലേക്ക് പൈസയുടെ കൂമ്പാരം എത്തി ഇത് കണ്ടിട്ട് ഓഡിയൻസിനോട് പറഞ്ഞു, ഞാൻ ആദ്യം ഈ പൈസ ശേഖരിക്കും, അതിനുശേഷം ഞാൻ പാടും. ഇസ് ബാത്തിനെ ഹോൾ കോ ഹസി ഘർ മേ തബ്ദീൽ കർ ദിയ. ഈ കാര്യമാണ് ഹോളിനെ ചിരി ഭവനമാക്കി ചിരിയുടെ വീടാക്കി മാറ്റിയത്. 92ാമത്തെ ചോദ്യം, ഇസ് അഭദ്ര ഷോറിനെ മാ കോ സ്റ്റേജ് സെ ഹട്നെ കോ മജ്ബൂർ കർ ദിയ. ഈ സഭ്യമല്ലാത്തതായ ശബ്ദം അമ്മയ്ക്ക് സ്റ്റേജിൽ നിന്ന് പിന്മാറാൻ അമ്മയെ നിർബന്ധിതയാക്കി. ഉസ് സമയം മാ കി ഹാലത്ത് കേസി ഹോഗി. ആ സമയം അമ്മയുടെ അവസ്ഥ എന്തായിരുന്നിരിക്കാം? ഉത്തരം ഗാത്തെ സമയ അച്ചാനക് മാ കി ആവാസ് ഫട്കർ ഫുസ്ഫുസാഹട്ട് മേ തബ്ദീൽ ഹോഗി. പാട്ട് പാടുന്ന സമയത്ത് പെട്ടെന്ന് അമ്മയുടെ ശബ്ദം പിറുപിറുക്കലായി മാറി. ബഹുത് കോശിഷ് കർനെ പർ ഭി ആവാസ് ठीक नहीं हुई. വളരെ പരിശ്രമിച്ചിട്ടും ശബ്ദം ശരിയായില്ല. ലോക് ചില്ലാനെ പർ മാ ബഹുത് പരേഷാൻ ഹി. ആളുകൾ ബഹളം വെച്ചപ്പോൾ അമ്മ പരിഭ്രാന്തിയായി. കहीं से कुछ लोग म्याऊ म्याऊ की आवाज़ निकालने लगी. എവിടെ നിന്നൊക്കെയോ ആളുകൾ പൂച്ച കരയുന്നതായ ശബ്ദം പുറപ്പെടുവിക്കാൻ തുടങ്ങി. ഇസ് കാരൺ മാ പരേഷാൻ ഹോക്കർ സ്റ്റേജ് സെ ഹട്ട് ഗയി. ഈ കാരണത്താലാണ് അമ്മ പരിഭ്രാന്തിയോടുകൂടി സ്റ്റേജിൽ നിന്ന് പിന്മാറിയത്. 93ാമത്തെ ചോദ്യം, 5 साल का चार्ली स्टेज पर अकेला था.
5 വയസ്സുള്ള ചാർലി സ്റ്റേജിൽ ഒറ്റയ്ക്കായിരുന്നു. ഉസ് സമയം ചാർലിനെ ക്യാ സോച്ചാ ഹോഗ, ആ സമയം ചാർലി എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക? ഉത്തരം, ചാർലിനെ സോച്ചാ ഹോഗ കി മാ കോ ക്യാ ഹുവാ ഹെ. ചാർലി ചിന്തിച്ചിട്ടുണ്ടാവാം അമ്മയ്ക്ക് എന്ത് സംഭവിച്ചു. അബ് കോൺസാ ഗീത് ഗാനാ ഹെ, ഇനി എന്ത് പാട്ട് പാടണം? നൃത്യ കരോ, നൃത്തം ചെയ്താലോ? चार्ली जैक जोन्स का मशहूर गीत गाने लगा तो स्टेज पर पेश होंगी, बौछार शुरू होगी. ചാർലി ജാക്ക് ജോൺസിൻ്റെ ഫേമസ് ആയിട്ടുള്ള പാട്ട് പാടാൻ തുടങ്ങിയപ്പോൾ സ്റ്റേജിൽ പൈസയുടെ ഒരു കൂമ്പാരം തന്നെ ഉണ്ടായി. തബ് ഉസ്നെ സോച്ചാ ഹോഗ, അപ്പോൾ അവൻ ചിന്തിച്ചിട്ടുണ്ടാകും, മേ പെഹലെ ഏ പൈസയെ ബിഠോറുക और उसके बाद ही गाऊंगा, ഞാൻ ആദ്യം ഈ പൈസ ശേഖരിക്കും, അതിനുശേഷം പാടും. 94ാമത്തെ ചോദ്യം, ചാർലി പർദ്ദേക്ക് പീछे खड़ा तमाशे को देख रहा था. ചാർലി സ്റ്റേജിന് പിന്നിൽ നിന്നുകൊണ്ട് തമാശ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. യഹാ തമാശ ക്യാ ഹേ, ഇവിടെ തമാശ എന്താണ്? उत्तरम, एक दिन चार्ली की माँ स्टेज पर गाना गाते समय माँ की आवाज़ फुसफुसाहट में बदल गई या तब्दील होगी. ഒരു ദിവസം ചാർലിയുടെ അമ്മ സ്റ്റേജിൽ പാടിക്കൊണ്ടിരുന്നപ്പോൾ അമ്മയുടെ ശബ്ദം പിറുപിറുക്കലായി മാറി. ലോഗ് മ്യാവും മ്യാവും കി ആവാസ് നിക്കാലേ ലഗേ, ആളുകൾ പൂച്ച കരയുന്നതായ ശബ്ദം പുറപ്പെടുവിക്കാൻ തുടങ്ങി. ചാർലിക്കോ മാ കാ യേ ഹാൽ തമാശ ജൈസേ ലഗ, ചാർലിക്ക് അമ്മയുടെ ഈ അവസ്ഥ ഒരു തമാശയായിട്ട് തോന്നി. 95ാമത്തെ ചോദ്യം, ചാർലി ഗാന ഗാത്തെ സമയം കോൻ പൈസ ബിഠോർനെ ലഗ, ചാർലി പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോൾ ആരാണ് പൈസ ശേഖരിക്കുവാൻ തുടങ്ങിയത്? ഉത്തരം, ചാർലി ഗാന ഗാത്തെ സമയം ചാർലിക്ക് മാ കാ മാനേജർ പൈസ ബിഠോർനെ ലഗ, ചാർലി പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോൾ ചാർലിയുടെ അമ്മയുടെ മാനേജർ പൈസ ശേഖരിക്കുവാൻ തുടങ്ങി. 96ാമത്തെ ചോദ്യം, चार्ली गाना गाते समय स्टेज पर वेशों की बौछार शुरू होगी, तब चार्ली ने दर्शकों से क्या बताया? ചാർലി പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോൾ സ്റ്റേജിൽ പൈസയുടെ ഒരു കൂമ്പാരം തന്നെ ഉണ്ടായി. അപ്പോൾ ചാർലി ഓഡിയൻസിനോട് എന്താണ് പറഞ്ഞത്? ഉത്തരം, തബ് ചാർലി ने दर्शकों से बताया कि पहले मैं ये पैसे बटोरूंगा और उसके बाद ही गाऊंगा, ഞാൻ ആദ്യം ഈ പൈസ ശേഖരിക്കും, അതിനുശേഷം പാട്ട് പാടും എന്നാണ് ചാർലി ഓഡിയൻസിനോടായി പറഞ്ഞത്. 97ാമത്തെ ചോദ്യം, ദർശകോനെ ദേർ തക് താലിയാ ബജായി ക്യോ, ഓഡിയൻസ് വളരെ സമയം ക്ലാപ്പ് ചെയ്തു, എന്തുകൊണ്ട്? ഉത്തരം, चार्ली ने मासूम भाव से दर्शकों के सामने गाना गाया और अपनी माँ सहित अनेक गायकों की नकल उतार दी. ചാർലി വളരെ നിഷ്കളങ്ക ഭാവത്തിൽ ഓഡിയൻസിന് മുൻപിൽ പാട്ട് പാടുകയും തൻ്റെ അമ്മയെ ഉൾപ്പെടെയുള്ള അനേകം ഗായകരെ അനുകരിക്കുകയും ചെയ്തു. മാ ഉസെ ലേനെ ഗീതോ ദർശകോനെ ദേർ തക് താലിയാൻ ബജായി, അമ്മ അവനെ എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങിയപ്പോൾ ഓഡിയൻസ് വളരെ സമയം എഴുന്നേറ്റ് നിന്ന് ക്ലാപ്പ് ചെയ്തു. 98ാമത്തെ ചോദ്യം, ചാർലിനെ സ്റ്റേജ് पर आकर कौन सा गीत गाया, ചാർലി സ്റ്റേജിൽ വന്ന് ഏത് പാട്ടാണ് പാടിയത്? ഉത്തരം, ചാർലിനെ മഷഹൂർ ജാക്ക് ജോൺസ് ഗീത് ഗായ, ചാർലി ഫേമസ് ആയ ജാക്ക് ജോൺസിൻ്റെ പാട്ടാണ് പാടിയത്. 99ാമത്തെ ചോദ്യം, ഉസ്നെ ജന്മ ലേ ലിയാ था इससे क्या मतलब है, അവൻ ജന്മമെടുത്തു, ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഉത്തരം, माँ की आवाज़ में खराबी होने पर मैनेजर के आदेशानुसार माँ ने चार्ली को സ്റ്റേജ് पर ले गया, അമ്മയുടെ ശബ്ദം മോശമായപ്പോൾ മാനേജറുടെ നിർദ്ദേശാനുസരണം ചാർലിയെ സ്റ്റേജിലേക്ക് അയച്ചു. ചാർലിനെ ജാക്ക് ജോൺസ് കാ മഷഹൂർ ഗീത് ഗായ, ചാർലി ജാക്ക് ജോൺസിൻ്റെ ഫേമസ് ആയിട്ടുള്ള പാട്ട് പാടി. സ്റ്റേജ് पर पैसों की बौछार होगी, സ്റ്റേജിൽ പൈസയുടെ ഒരു കൂമ്പാരം തന്നെ ഉണ്ടായി. ചാർലിനെ ലോകോമേ ഗുദ്ഗുദി ഫൈലാ ദീ थी, ചാർലി ആളുകളുടെ മനസ്സിൽ ഒരു ഇക്കിളി അല്ലെങ്കിൽ തമാശ ജനിപ്പിച്ചു. ഉസ്നെ ദർശകോं से बातचीत की, അവൻ ഓഡിയൻസിനോട് സംസാരിച്ചു. നൃത്തം ചെയ്തു. और अपनी माँ सहित कई गायकों की नकल उतारी, തൻ്റെ അമ്മ ഉൾപ്പെടെയുള്ള അനേക ഗായകരെ അനുകരിച്ചു. ദർശകോനെ ദേർ തക് ഖഡേ ഹോക്കർ താലിയാൻ ബജായി, ഓഡിയൻസ് വളരെ സമയം എഴുന്നേറ്റ് നിന്ന് ക്ലാപ്പ് ചെയ്തു. कई लोगों ने माँ से हाथ मिलाकर उसके छोटे बच्चे की तारीफ की, അനേകം ആളുകൾ അമ്മയ്ക്ക് ഷെയ്ക്ക് ഹാൻഡ് നൽകി തൻ്റെ മകനെക്കുറിച്ച് പുകഴ്ത്തി പറഞ്ഞു. 5 വർഷീയ ചാർലി കാ പ്രഥം ഷോ സബ്സെ ബഡേ ഷോമാൻ കാ ഉദയ് കാ ഥാ, 5 വയസ്സുകാരനായ ചാർലിയുടെ ഈ ആദ്യത്തെ ഷോ ഏറ്റവും വലിയ ഷോമാൻ്റെ ഉദയമായിരുന്നു. 100ാമത്തെ ചോദ്യം, ഇസ് അഭദ്ര शोर ने माँ को स्टेज से हटने को मजबूर कर दिया, उस समय चार्ली की माँ की हालत कैसी होगी, ഈ സഭ്യമല്ലാത്തതായ ശബ്ദം അമ്മയെ സ്റ്റേജിൽ നിന്ന് പിന്മാറാൻ നിർബന്ധിതയാക്കി. ആ സമയം ചാർലിയുടെ അമ്മയുടെ അവസ്ഥ എന്തായിരുന്നിരിക്കും? ഉത്തരം,
മാ കി ആവാസ് ഫട്കർ ഫുസ്ഫുസാഹട്ട് മേ തബ്ദീൽ ഹോഗി. അമ്മയുടെ ശബ്ദം മുറിഞ്ഞ് പിറുപിറുക്കലായി മാറി. ഉസ്മേ കോയി ലോക് ചില്ലാനെ ലഗി. ഈ കാരണത്താൽ അനേകം, ഉസ്മേ കൈ ലോക് എന്നാണ് തിരുത്തേണ്ടത്, അനേകം ആളുകൾ ബഹളം വയ്ക്കാൻ തുടങ്ങി. യെ സുൻകർ മാ ബഹുത് പരേഷാൻ. ഇത് കേട്ടിട്ട് ആളുകൾ വളരെയധികം ബഹളം വെച്ചു. അതുപോലെ തന്നെ അമ്മ പരിഭ്രാന്തിയാകുകയും ചെയ്തു. ബഹുത് പരേഷാൻ ഹുയി, പരിഭ്രാന്തിയായി. കഹീസെ കുച്ച് ലോക് മ്യാവും മ്യാവും കി ആവാസ് നിക്കാനെ ലഗി. എവിടെ നിന്നൊക്കെയോ ആളുകൾ പൂച്ച കരയുന്നതായ ശബ്ദം പുറപ്പെടുവിക്കാൻ തുടങ്ങി. ഇസ് കാരണം മാ ദുഃഖി ഹോക്കർ സ്റ്റേജ് സെ ഉത്തർ ഗീ ഹോഗി. ഈ കാരണത്താൽ ദുഃഖിതയായി അമ്മ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവാം. ഇത്രയുമാണ് നമ്മൾ ഫോക്കസ് ഏരിയ 2021 എന്നതുമായി ബന്ധപ്പെട്ട് പാർട്ട് 1 പരിചയപ്പെടുന്നത്. പാർട്ട് 2 നമ്മൾ ഈ 5 പാഠങ്ങൾ, ആദ്യത്തെ 5 പാഠങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഡയറിയും പത്ര അഥവാ ലെറ്ററുമാണ് പരിചയപ്പെടുന്നത്. ഇത് നിങ്ങൾ വളരെയധികം പ്രയോജനപ്പെടുത്തുക. ഈ 100 ചോദ്യങ്ങൾ പഠിക്കുമ്പോൾ ഈ പാഠത്തെക്കുറിച്ചുള്ള ഡയറി ആയാലും പോസ്റ്റർ ആയാലും മറ്റേത് തരത്തിലുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമായാലും നിങ്ങൾക്ക് വളരെ ലളിതമായ രീതിയിൽ, ഈസിയായ രീതിയിൽ നിങ്ങൾക്ക് എഴുതുവാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മറ്റ് രണ്ടാമത്തെ വീഡിയോയ്ക്കായി നമുക്ക് കാത്തിരിക്കാം. ധന്യവാദം.